കോമൺലി ആൾക്കാരിൽ കാണുന്നതാണ് ഈ ഇയർ വാക്സ് കുടുങ്ങി കിടക്കുക എന്നുള്ളൊരു പ്രോബ്ലം. അപ്പൊ നമ്മൾ നോർമലി യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ബഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കീ വെച്ച് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പം സാറിന് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇയർ വാക്സ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമ്മുടെ ചെവിൻ്റെ ഉള്ളില് നോർമലി ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരാനുള്ള എല്ലാ മെക്കാനിസവും ഒരു നോർമൽ ചെവിക്കുണ്ട്. ഓക്കെ, ഇപ്പം ചില ആൾക്കാരിൽ കുറച്ച് ഇയറിൻ്റെ ഉള്ളിൽ രോമം കൂടിയ ആൾക്കാർ, അങ്ങനെ ചില ആൾക്കാരിൽ ഇയർ വാക്സ് കുറച്ച് അധികം പ്രൊഡ്യൂസ് ആവാനുള്ള പ്രവണത ഉണ്ടാവും, അല്ലെങ്കിൽ നോർമലി പുറത്തേക്ക് പോകുന്ന പോലെ പോകാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരിലാണ് ഇത് ഉള്ളിൽ കെട്ടിക്കിടക്കുക. അപ്പോൾ ഇത് ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ ആൾക്കാർ യൂഷ്വലി ചെയ്യുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ഇയർ ബഡ്സ് ഉപയോഗിച്ച് തിരികെയാണ്. അപ്പോൾ അത് എപ്പോഴും ദോഷം മാത്രമേ ചെയ്യുള്ളൂ. കാരണം ആൾക്കാർ ചെയ്യും, ഇതെന്ത് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഉള്ളിലേക്ക് പോയി അതവിടെ ബ്ലോക്ക് ആവും. ഓക്കെ, എന്നിട്ട് ഫൈനലി നമ്മളടുത്തേക്ക് വരുമ്പോൾ നമ്മളൊരു ഇയർ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളത് റിമൂവ് ചെയ്യും. സോ ഇത് കീയും തീപ്പെട്ടിക്കൊള്ളിയൊന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ചെവിനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ കൊണ്ട് അവിടെ സ്കിന്നിൽ ചെറിയൊരു മുറിവ് വന്നാൽ ദാറ്റ് ക്യാൻ ഗെറ്റ് ഇൻഫെക്റ്റഡ്, എന്നിട്ട് അത് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നുള്ളൊരു പെയിൻഫുൾ കണ്ടീഷനിലേക്ക് എത്തും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഓക്കെ, പിന്നെ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ട്, അതിനെക്കൊണ്ട് ചെവി അടഞ്ഞതുപോലെയോ വാക്സ് കാരണം ചെവിയിൽ വേദന വരുന്നുണ്ടെങ്കിൽ ഒരു ഇയർ ഡ്രോപ്പ് യൂസ് ചെയ്ത് ആ വാക്സ് സോഫ്റ്റ് ആയതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ENT ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ട് അണ്ടർ വിഷ്വലൈസേഷൻ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് മാത്രം അത് ക്ലീൻ ചെയ്യുക. അല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ട് സ്വയം ക്ലീൻ ചെയ്യാൻ നിന്നാൽ ചെവി ഇഞ്ചുർ ആവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്.